ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് കൊണ്ട് നമുക്കിന്ന് ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വെറും 5 മിനിറ്റ് മതി ഇത് തയ്യാറാക്കി എടുക്കാൻ. കാരണം നമ്മളിതിൽ സ്പെഷ്യലായിട്ട് വേറൊന്നും ചേർക്കുന്നില്ലെങ്കിൽ കൂടി നല്ല ടേസ്റ്റിയാണിത്. സ്പൈസി ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് നല്ല ഇഷ്ടമാവും. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതിന് വേണ്ട ചേരുവകൾ: ബ്രെഡ് 5 കപ്പ്, സവാള 1 കപ്പ്, പച്ചമുളക് 2 എണ്ണം, കാശ്മീരി മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, കറിവേപ്പില 1 തണ്ട്, നാരങ്ങ നീര് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര 1/2 ടേബിൾ സ്പൂൺ, മല്ലിയില 1 ടേബിൾ സ്പൂൺ. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 1 കപ്പ് സവാളയും 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി, കാരണം നമ്മൾ ചേർക്കുന്ന ബ്രെഡിൽ അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് കൂടിപ്പോകരുത്. ഇനി സവാള ഒന്ന് നിറമാറി വരുന്നവരെ വഴറ്റിയെടുക്കുക. ബ്രൗൺ നിറം ഒന്നും ആയി വരണ്ട. ഇപ്പോൾ സവാള നിറമാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനാകുമ്പോൾ എരിവും കുറവാണ്, നല്ല കളറും കിട്ടും. ഈ മുളക് പൊടിയുടെ അളവ് എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എരിവ് കുറച്ചിടുന്നതാണ് നല്ലത്. മുളക് പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സാധാ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. നേരത്തെ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ടല്ലോ. ഇനി ഇതിലോട്ട് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 കപ്പ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡിൻ്റെ എണ്ണം ഞാൻ പറയണില്ല, കപ്പിൻ്റെ അളവാണ് നല്ലത്. കാരണം ബ്രെഡ് വെച്ചിട്ട് ഓരോന്നും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന സൈഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. അപ്പോൾ മുറിച്ചതിന് ശേഷം കപ്പിൽ അളന്നെടുത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങ നീരിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ 4 മണിക്ക് ചായ കഴിക്കുമ്പോൾ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.